നമുക്ക് ഫ്രോസൺ വെജിറ്റബിൾസ് വെച്ചിട്ട് ഒരു മിക്സഡ് വെജിറ്റബിൾ കുറുമ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി വെന്ത ശേഷം 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്താണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മിക്സഡ് വെജിറ്റബിൾസ് ആണ്. ആ ഫ്രോസനോടുകൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ വെന്ത ശേഷം പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരക പൊടിയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ചേർക്കുന്നത്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക്